അടുത്ത കോമ്പൗണ്ട് ആണ് ആരോമാറ്റിക് കോമ്പൗണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ സൈക്ലിക് ഫോമിൽ കാണാൻ പറ്റും 6 കോമ്പൗണ്ട്സ്, അതായത് 1, 2, 3, 4, 5 ആൻഡ് 6 കാർബൺ ആറ്റം ഇവിടെ അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. 6 കാർബൺ ആറ്റം ആൻഡ് 6 ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. 1, 2, 3, 4, 5 ആൻഡ് 6 ഡബിൾ ബോണ്ടഡ് ആണ്. അപ്പൊ ഇതിന്റെ പേര് പറയാം ബെൻസീൻ എന്നാണ്. ഓക്കെ, നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഇസ് ബെൻസീൻ. മോളിക്കുലർ ഫോമിൽ വരുന്നത് C6H6. നമ്മുടെ ഇവിടുത്തെ ഫോമില C6H6 എന്ന് ഒരു ഹൈഡ്രജൻ കട്ട് ചെയ്തിട്ട് അവിടെ OH കമ്പൈൻ ചെയ്ത് വരികയാണെങ്കിൽ C6H5OH, അതായത് നമ്മുടെ ആൽക്കഹോൾ ഗ്രൂപ്പ് ബെൻസീൻ റിംഗിൽ വരികയാണെങ്കിൽ അതിന്റെ ഫോർമുല വരിക ഫിനോൾ. അതിൽ COH ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിന്റെ ഫോർമുല C6H5COH. അതിനൊരു കോമൺ നെയിം ഉണ്ട്, ബെൻസോയിക് ആസിഡ്. അപ്പൊ ഫിനോളിന്റെയോ അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡിന്റെ സ്ട്രക്ചർ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ വരച്ച് കാണിക്കാവുന്നതാണ് കേട്ടോ. അതിന്റെ സ്ട്രക്ചർ ചോദിക്കാറുണ്ട് അങ്ങനെ. ഇപ്പൊ ഡബിൾ ബോണ്ട് കൊടുത്തിട്ട് OH വരികയാണെങ്കിൽ അത് ഫിനോളും, COH വരികയാണെങ്കിൽ ബെൻസോയിക് ആസിഡും ആയിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഐസോമെറിസം. ഞാനിവിടെ 2 കോമ്പൗണ്ട്സ് സെലക്ട് ചെയ്യാണ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ. ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. CH3, CH, CH3 ആൻഡ് ഇവിടെ Cl. സെക്കൻഡ് കോമ്പൗണ്ട് CH3, CH2, CH2, Cl. ഓക്കെ, ഇവിടെ എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ട്? ടോട്ടല് 3 കാർബൺ, 6 1 7 ഹൈഡ്രജൻ, 1 ക്ലോറിൻ ആണല്ലോ. ഇതിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. നമ്പർ സെക്കൻഡ് ആണെങ്കിലോ 3 കാർബൺ, 7 ഹൈഡ്രജൻ, 1 ക്ലോറിൻ. സെയിം നമ്പർ ആണ്, മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ അതിനെ അറേഞ്ച് ചെയ്തില്ല. ഇനി അതിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. ഒന്ന് ബ്രാഞ്ച് ആയിട്ടും ഒന്ന് സ്ട്രെയിറ്റ് ചെയിനുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ 2 കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് പറയും? ഐസോമേഴ്സ് എന്ന് പറയാറുണ്ട്. നമുക്കിനി സെക്കൻഡ് വൺ നോക്കാം. ഇവിടെ 1, 2, 3 എന്തോ വരിക? പ്രൊപ്പന് OH, പ്രൊപ്പനോളാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇവിടെ 1, 2 ആണ്. സോ എത്തനോൾ ആണ് വരുന്നത്. അപ്പൊ ഈ 2 കോമ്പൗണ്ട് തമ്മിൽ ഡിഫറെന്റ് ആണ്. 2 കാർബണ്, ഇവിടെ 3 കാർബൺ ആണ്. അപ്പൊ ഇവിടുത്തെ സെയിം സ്ട്രക്ചർ, സെയിം മോളിക്കുലർ ഫോമിലാണ് ഡിഫറെന്റ് സ്ട്രക്ചർ വരുന്നത്. ഈ 2 കോമ്പൗണ്ടും ആണ്. ആ 2 കോമ്പൗണ്ടാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഐസോമേഴ്സിന്റെ ഫോമുല നമുക്ക്, ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? Compounds having same molecular formula but different chemical and physical properties are called isomers, and the phenomenon is called isomerism. Okay, ഇവിടെ സ്ട്രക്ചർ വ്യത്യാസമായിരിക്കും. ഇനി ഐസോമെറിസം നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് കാറ്റഗറി ആണ് ചെയിൻ ഐസോമെറിസം. ഓക്കെ, ഐസോമെറിസത്തിന്റെ ഫസ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഐസോമെറിസം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചെയിൻ ആണ്, അതായത് ആ ചെയിനിൽ വരുന്ന വ്യത്യാസമാണ് ഇവിടെ നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഐസോമെറിസം ഫോം ചെയ്യാൻ കാരണം. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കാണാൻ പറ്റും. സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കേട്ടോ, 1, 2, 3 ആൻഡ് 4. ഇത് വരുന്ന ബ്യൂട്ടെയിൻ ആണ്. ഇവിടെ ആണെങ്കിലോ 1, 2, 3 സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ 2 മീഥൈൽ പ്രൊപ്പൈൻ. രണ്ട് കോമ്പൗണ്ട് ആണ്, പക്ഷെ നമുക്ക് മോളിക്കുലർ ഫോമിൽ ഒന്ന് എഴുതി നോക്കാം. C4H10. ഓക്കെ, ഇവിടെ ആണെങ്കിലോ C4H10 ഉണ്ടോ? മോളിക്കുലർ ഫോമുല സെയിം ആണ്, പക്ഷെ അതിന്റെ ചെയിനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു വ്യത്യാസത്തിനാണ് നമ്മൾ ചെയിൻ ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? Compound that have a same molecular formula but differ in the structure of carbon chain is called. Important അതാണ്, differ in their carbon chain. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിളോടെ കാണാൻ പറ്റും. 4 കാർബൺ, നമുക്ക് CH3, CH2, CH2 again CH3. ഇതിന്റെ പേരെന്താണ്? ബ്യൂട്ടൈൻ. ഇതിനെ തന്നെ ഞാൻ വീണ്ടും വേറൊരു രീതിക്ക് എഴുതുവാണെങ്കിൽ, ബ്രാഞ്ച് കൊടുത്ത് എഴുതുവാണെങ്കിൽ ഇതിന്റെ പേര് എങ്ങനെയായിട്ട് മാറും? ഇതിന്റെ പേര് വരുന്നത് 2 മീഥൈൽ പ്രൊപ്പൈൻ എന്നായിരിക്കും വരിക. 2 മീഥൈൽ പ്രൊപ്പൈൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഐസോമെറിസം, ചെയിൻ ഐസോമെറിസം. കാർബൺ ചെയിനിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ചാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരിക. അതിന്റെ ഡെഫിനിഷനും എക്സാമ്പിളും അറിഞ്ഞു വെച്ചേക്കുക, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.